ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. 3 മണിയായപ്പോൾ ആദ്യം ഒന്ന് എഴുന്നേറ്റ് ഈ മാവെടുത്ത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം പിന്നെ ഞാൻ 5 മണിയായപ്പോഴാട്ടോ എഴുന്നേറ്റത്. അന്നേരം സാമ്പാർ വയ്ക്കാം, ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ തലേ ദിവസം മേടിച്ചതാട്ടോ. അതിൻ്റെ കൂടെ ഒരു കോണുണ്ട്. ഇത് നമുക്കൊന്ന് വേറെ ഒരു കോൺ റെസിപ്പിയിലെ നമ്മൾ കോൺ പുഴുങ്ങിയിട്ട് അതിൽ മുളകൊക്കെ ചേർത്ത് അതിന് വേണ്ടിയിട്ട് മേടിച്ചതാട്ടോ. കുറച്ച് നാരങ്ങയൊക്കെ ഇട്ടിച്ച് അങ്ങനെ ഒരു നല്ല റെസിപ്പിയാട്ടോ. പിന്നെ ഇതാ തേങ്ങ ഞാൻ ചിരണ്ടി എല്ലാം ഞാൻ ദിവസം രാവിലെ തന്നെയാട്ടോ ചെയ്യുന്നത്. ഞാൻ തലേ ദിവസം ഇങ്ങനെ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക, കഷ്ണം മുറിച്ച് വയ്ക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. എല്ലാം അന്നേരം ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ തലേ ദിവസത്തെ പാത്രങ്ങൾ 1-2 പാത്രങ്ങളേ ഉള്ളൂ ചൂടാക്കി, ചിക്കൻ ചൂടാക്കി കേട്ടോ. ആ പാത്രം, പിന്നെ നമ്മുടെ മീൻകറി ഒന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ രാവിലെ ഈ ഒരു ചൂടാക്കലിൻ്റെ ഒരു തകൃതിയാട്ടോ. കണ്ടില്ലേ, ഇല ഒരു വശം ഞാൻ വലിയ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കേട്ടോ. അടുപ്പിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ആരോ ചോദിച്ചു, ഇത് പ്ലാസ്റ്റിക് ആണോ? ഒന്ന് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സിങ്കോണിയാണ്. ഇഷ്ടംപോലെ സിങ്കോണിയുടെ ഉണ്ട് കേട്ടോ നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഈ കിച്ചൺ നിറച്ചും വെച്ചാലും ഉണ്ട്. അത്രയും സിങ്കോണി നമ്മുടെ വീടിന് ചുറ്റും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പറിച്ച് കട്ട് ചെയ്ത് നമുക്ക് അകത്ത് കൊണ്ടുപോയി വയ്ക്കുക കേട്ടോ. ഇത് പിന്നെ ചിക്കൻ ചൂടാക്കി എടുത്ത് വയ്ക്കുക. പിന്നെ ഇത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പാണ്. പിന്നെ മുക്കാൻ പോകുന്നത് ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം മുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ദാഹമുക്തി, ദാഹശമനി എന്നൊക്കെ പറയുന്ന ആ പൊടി, രാമച്ചമൊക്കെ ചേർന്ന്, പതിമുഖമൊക്കെ ചേർന്ന് നല്ല സ്മെല്ലൊക്കെയുള്ള കേട്ടോ. പക്ഷേ എനിക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ ഏലക്കായുടെ പൊട്ടുകൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും ഞാനൊന്ന് ഇടിച്ചിടും കേട്ടോ, ഒരു ഏലക്കായ ഇടിച്ചിടും. പിന്നെ കഞ്ഞി ഒന്ന് കഴുകി എടുത്ത്, കഞ്ഞിയല്ല കഴുകുന്നത്, സോറി, അരിയാട്ടോ കഴുകുന്നത്. അരി ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടിയായിട്ട് കുടിവെള്ളം മുക്കാനുള്ള പാത്രങ്ങളും ഈ അരിയൊക്കെ കൂടിയായിട്ട് തന്നെ ഞാൻ ഒന്നിച്ച് മുറ്റത്തേക്ക് വരുന്നത്. നേരം വെളുത്തിട്ടില്ല കേട്ടോ, നേരം പരപരാന്ന് വെളുക്കുന്നേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഈ കുടിവെള്ളം ഒന്ന് മുക്കാം. അത് മുക്കി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇതാ കുടിവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. അത് മുക്കി അപ്പോഴാണ് കുട്ടികൾ വിളിക്കുന്നത്. അവർ രാവിലെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങും കേട്ടോ. അപ്പം ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിയാസീഡ് ഇട്ടിട്ട് നമ്മുടെ ഡ്രിങ്ക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു നാരങ്ങ അതിനകത്ത് പിഴിഞ്ഞൊഴിച്ച്, ഞാൻ സാധാ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇടുന്നത്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു, കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു ഇളം ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു, ഇങ്ങനെ നാരങ്ങ വെച്ച്. നമുക്ക് ഷുഗർ വേണേൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേനൊഴിച്ച് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും കുടിക്കുക കേട്ടോ. അപ്പം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് കൂടിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് വെയിറ്റ് ലോസൊന്നും അധികം ആകുന്നില്ല. പിന്നെ അപ്പോഴത്തേക്കും ഇതാ കുട്ടികളൊക്കെ പോകാൻ റെഡി ആയിട്ടുണ്ട്, ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോയി മോള് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇക്രൂവിനോടല്ല പീറ്റുവിനോട് യാത്ര പറയണം. കുഞ്ഞുങ്ങളോടും പീറ്റുവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് പോവുക കേട്ടോ. അങ്ങനെ അവർ അമ്പലത്തിൽ പോകുന്നതെന്ന് നോക്കി അവരോട് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടും വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ്, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ 2 പേരെ അങ്ങനെ യാത്രയൊക്കെ അയച്ചിട്ട്, മോളുടെ കൂട്ടുകാരിയാട്ടോ, യാത്രയൊക്കെ അയച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എനിക്ക് എൻ്റെ പതിവ് ജോലികളില്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ രാവിലെ തിരക്കുള്ളതുകൊണ്ട് എനിക്ക് അമ്പലത്തിലൊന്നും ചില ദിവസങ്ങളൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റിയെന്ന് വരികയില്ല കേട്ടോ. അങ്ങനെ ഇതാ സാമ്പാർ റെസിപ്പിയിലേക്ക് കിടന്നു. പിന്നെ ഈ മുറവില്ലേ, ഇത് ആരും കണ്ട് അതിശയിക്കണ്ട കേട്ടോ. ഇത് ഞാൻ പുറത്തൊക്കെ ഓരോന്ന് അരിയാൻ എടുക്കുന്നതും കുരുമുളക് ഉണക്കാൻ എടുക്കുന്നതും, കഴിഞ്ഞ ദിവസം കുറച്ച് കാന്താരി മുളക് ഞാൻ വെയിലത്ത് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ അപ്പോൾ ഈ തോലൊക്കെ ഇതിനകത്ത് ചെത്തിയിടാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്ന കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ്, വെള്ളരി, എല്ലാ കൂട്ടങ്ങളും, പിന്നെ വെണ്ടയ്ക്ക, വഴുതനങ്ങ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ച ഒട്ടേറെ ഇതിലുണ്ട് കേട്ടോ. കോവയ്ക്കയാണ് കൂടുതലും, കോവയ്ക്ക, പിന്നെ ചേമ്പ് നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ച, പയർ, കറിവേപ്പില, ഇതൊക്കെ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ച കേട്ടോ. ബാക്കി ഒക്കെ കൂട്ടങ്ങൾ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ സാമ്പാറിനുള്ള
എല്ലാം അരിഞ്ഞരിഞ്ഞ് വെക്കുന്നുണ്ട്. മുരിങ്ങക്കോല് മാത്രം ഇത്തിരി ഉണക്ക് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നല്ല ഫ്രഷ് ഐറ്റം. തക്കാളി ഞാൻ കുറച്ച് ഏറെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് സാമ്പാറിന് ഇച്ചിരി കൊഴുപ്പ് കൂടുതൽ കിട്ടും കേട്ടോ ഇങ്ങനെ തക്കാളി ഇട്ടാൽ. സവോള എല്ലാ കൂട്ടങ്ങളും ഞാനിങ്ങനെ ആഡ് ചെയ്യും കേട്ടോ. കിട്ടുന്നതൊക്കെ അങ്ങനെ ഉപ്പിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന്, അപ്പോൾ റിലേറ്റഡ് ആയിട്ട് ഉപ്പിട്ടപ്പോൾ ഞാൻ ഇതിനും ഉപ്പിട്ട് വെച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന എന്താണ് ഉള്ള കാര്യങ്ങൾ അതിലും കൂടി ചെയ്തു വയ്ക്കും. പിന്നെ നമുക്കിതിൽ ഉപ്പിടണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ദോശമാവിലേക്കും കുറച്ച് ഇത് ചുടാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു തേങ്ങയും കൂടി വറുത്ത് വെച്ച് അതും ഈ സാമ്പാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ ചുടാം. പിന്നെ തിരക്കില്ല, കുട്ടികളൊക്കെ പോയിട്ടേ ഉള്ളൂ. മോൻ പോകാൻ വേണ്ടിയിട്ട് 1-2 ദോശ ചുട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഞാനിതാ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇടേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ടില്ല. ഞാനിതിലിടുന്നത് ഉലുവ, കുറച്ച് 2-3 മണി ചെറുജീരകം മതി കേട്ടോ, കുറച്ച് ചെറുജീരകം, പിന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടി, കുരുമുളക് ഇടണം. പിന്നെ ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ കുറച്ച് ഉഴുന്നും ചേർക്കും കേട്ടോ. അല്ലേ നമ്മുടെ കടലപ്പരിപ്പ്, മറ്റേ സൈസ് പരിപ്പില്ലേ, അതോ എന്തെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഭൂരിഭാഗം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കിരികിരീന്നിങ്ങനെ സൗണ്ടായാൽ നമുക്കറിയാം ഇത് അധികം കരിയില്ല കേട്ടോ, കരിഞ്ഞാൽ ഒരു കരിച്ചവയായി പോവും. ഇങ്ങനെ ഏകദേശം ഒരു ബ്രൗണിഷിലും കഴിഞ്ഞും കുറച്ചുകൂടി നിറം വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിർത്തേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം പല കാരണങ്ങളാൽ സൈസ് ശരിയാക്കാനുണ്ട്. വീഡിയോയുടെ സൈസ് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് സൈസ് ശരിയാക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ നിർത്തി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതാ കുക്കറിൽ അത് ആകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കഷ്ണങ്ങളും നമ്മുടെ വഴുതനങ്ങ കഷ്ണവും ഇത് വെച്ചൊന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുക്കറിലിട്ടാൽ അത് വെന്തു പോകുന്നതും പിന്നെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാട്ടോ ഇങ്ങനെ. അപ്പം ഞാൻ മോളോട് ചോദിച്ചു മോൾക്ക് സാമ്പാറിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു മോൾക്ക് വെള്ളരിയാന്ന്. വന്ന കുട്ടിക്ക് തക്കാളിയാണ്. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം വെണ്ടയ്ക്ക കേട്ടോ. സാമ്പാറിലെ വെണ്ടയ്ക്ക കഷ്ണം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ കോവയ്ക്ക്, എനിക്കെല്ലാം തന്നെ ഇഷ്ടം. സാമ്പാറിലെ മൊത്തം കഷ്ണങ്ങളും എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ നമുക്ക് ഏതാണോ ഒന്ന് മെയിനായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. പിന്നെ ഞാനിതാ ഇപ്രകാരം ആട്ടോ അടുപ്പിൽ ഇരിക്കുന്ന ചട്ടീനെയൊക്കെ ഒന്ന് നേരെ ചൊവ്വേ മര്യാദയ്ക്ക് ഇരുത്തുന്നത്. അപ്പം നോക്കിക്കൊണ്ട് നമ്മുടെ കുക്കറും ഇത്തിരി പണിപാളി നമ്മളോട് കളിക്കുന്നുണ്ട് കേട്ടോ. അത് സ്പൂൺ ഞാൻ അതിനകത്തേക്ക് ഇട്ടത് തിളച്ച് പൊന്തി പോകാതിരിക്കാനാട്ടോ നമ്മുടെ അരവുകളൊക്കെ. അങ്ങനെയെല്ലാം ഇതാ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് അരയ്ക്കാനെടുത്തതിനകത്തേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർക്കാം. പുളി പിഴിഞ്ഞ് ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അധികം ഒരു വെളുപ്പ് നിറം വരികയില്ല, അതിന് വേണ്ടിയിട്ടാട്ടോ അതങ്ങനെ പുളി പിഴിഞ്ഞൊഴിച്ചത് ചേർത്തരയ്ക്കുന്നത്. പിന്നെ ഞാൻ ചൂടുവെള്ളം കേട്ടോ ഈ അരവയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്തടുപ്പിൽ നിന്ന് മുക്കി ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ദോശ ഇട്ടപ്പോഴാണ് പണി കിട്ടിയത്. കണ്ടില്ലേ എന്നാ പണി കിട്ടിയെന്നറിയാവോ? ഞാൻ കല്ലേൽ ചീന്ന് പറഞ്ഞ് ചുടാലോ എന്നൊക്കെ വിചാരിച്ച് ദോശ ഇട്ടതാണ്. പക്ഷേ ഈ തിരക്കിൻ്റെ സാമ്പാർ കൂട്ടുന്നതിൻ്റെ ഈ ചൂടുവെള്ളം ഒക്കെ എടുക്കുന്നതിൻ്റെയും ഫ്ലാസ്ക് പോയി എടുക്കുന്നതിൻ്റെയൊക്കെ ഇതിൽ ഞാൻ കല്ലേൽ എണ്ണ തൂക്കാൻ മറന്നുപോയി. എന്തായാലും അവിടെ ഇരിക്കട്ടെ, എന്താണ് ഫൈനൽ സ്റ്റേജ് എന്നറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് പൊക്കുമ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു സ്റ്റേജ് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് വേഗം പൊക്കി നോക്കുക കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, പക്ഷെ പൊക്കി എടുക്കാൻ ഇച്ചിരി നല്ല പണി കിട്ടിയിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലേന്ന് വിട്ട് കിട്ടുന്നില്ല. പിന്നെ എന്തായാലും പൊട്ടിയോ പൊടിഞ്ഞൊന്നും പോയില്ല കേട്ടോ. നല്ലൊരു ദോശയായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ചട്ടിയിൽ ഇങ്ങനെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അത് റെഡിയാക്കി രണ്ടാമത്തെ ദോശ അതിൽ ഇത് തന്നെ നോൺ സ്റ്റിക്കിൽ തന്നെ ചുട്ടാൽ മതിയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഇന്നിപ്പോൾ ഇതിൽ ചുടണം എന്നൊരു മോഹം കയറി. എന്തായാലും അതിന് പണിയും കിട്ടിയിട്ടോ. അങ്ങനെ സാമ്പാറൊക്കെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം
നല്ല സൂപ്പർ മണമുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് സാമ്പാർ പൊടി ചേർത്തിട്ടില്ല, കടുക് പൊട്ടിക്കുമ്പോഴാണ് സാമ്പാർ പൊടി ചേർക്കുക. പിന്നെ കായത്തിൻ്റെ കഷ്ണം ഞാൻ ഇതിനകത്ത് നേരത്തെ പച്ചക്കറി അരിഞ്ഞ് കുക്കറി വെക്കുമ്പോൾ തന്നെ കായത്തിൻ്റെ കഷ്ണമായിരുന്നു, കായ കഷ്ണങ്ങളാണ്. അത് 2-3 ചെറിയ പീസ് അതിനകത്ത് ഇട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല കായത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ സാമ്പാർ പൊടി ഇങ്ങനെ കടുക് പൊട്ടിക്കുമ്പോൾ ഞാനൊന്ന് മൂപ്പിച്ചതിനകത്തേക്ക് ചേർക്കാം. ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ നല്ലോണം ഒന്ന് ചൂടാക്കി, വേണേൽ വറ്റൽമുളകുള്ളപ്പോൾ ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചിലർ കടുക് ഇങ്ങനെ താളിക്കില്ല, പക്ഷേ ഞാനിങ്ങനെ സാമ്പാറിന് കടുക് താളിക്കും കേട്ടോ. കറിവേപ്പിലേക്കൊന്ന് ചൂടാക്കി ഇതിനകത്തേക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ചെയ്താൽ. എന്നിട്ട് അതിനകത്തേക്കാട്ടോ ഞാൻ സാമ്പാർ പൊടി ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി ഞാൻ തീ ഓഫ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. എന്താ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, തീ ഓഫ് ചെയ്താണ്. പിന്നെ ഇതാ നമ്മുടെ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നു. എന്തിനാണെന്നറിയാവോ? ഇതിനൊരു കളറ് വരും കേട്ടോ. ഈ സാമ്പാർ ഇങ്ങനെയൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും സാമ്പാറിന് നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ച് കൊടുത്ത് അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടാക്കി. കരിയരുത്, കരിച്ചവ വന്നു കഴിഞ്ഞാൽ പോയി കേട്ടോ, സാമ്പാറിൻ്റെ മണം പോകും. സാമ്പാർ പൊടിയുടെ അത്യാവശ്യം നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കുമ്പോൾ നമുക്ക് സാമ്പാറിനത് ആ തേങ്ങ ചിലപ്പോൾ അരവ് വരുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന ആ ഒരു പ്രശ്നമില്ലേ, അത് ഒന്ന് മാറി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബ്രാഹ്മിൺസ് ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്ക കഷ്ണം വേണ്ടവർക്ക് വെള്ളരിക്ക കഷ്ണവും വെണ്ടയ്ക്ക വേണ്ടവർക്ക് വെണ്ടയ്ക്ക ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്കൊന്ന് കുളിക്കാൻ. ഞാനിതുവരെയും കുളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തുടയ്ക്കാനുണ്ട്, കുറച്ച് തുണിയും കൂടി തിരുമ്മാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടി വേണ്ടിയിട്ട് 2 ദോശ ഞാൻ ചുട്ടു വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ദോശ അവർ വിശന്നായിരിക്കുമല്ലോ അമ്പലത്തിൽ നിന്ന് വരുന്നത്, അപ്പോൾ അവർക്ക് വരുന്നതേ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ. അപ്പോൾ ആദ്യം ഈ നോൺ സ്റ്റിക്ക് ചുട്ടാൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ നല്ല ദോശയൊക്കെ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്, നല്ല നെറ്റ് പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതും ചുട്ടു. സാമ്പാറും ഇവിടെ റെഡിയായി. ഇനി എനിക്കൊന്ന് കുളിച്ചിട്ട് വരണം. കുളിക്കുന്നതിന് മുന്നേ ഇതാ തുടയ്ക്കാനുണ്ട്. മോനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. മോനെ അങ്ങനെ പോവുകയും ചെയ്തു. ഇനി എനിക്ക് ഈ തുടയ്ക്കലും പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ കേട്ടോ. ഇതുവരെ നേരം വെളുത്ത് നമ്മളങ്ങനെയൊന്നും ഇരിക്കുന്നൊന്നുമില്ലല്ലോ, നേരം വെളുക്കുമ്പോൾ മുതലുള്ള ജോലികളല്ലേ. അപ്പോൾ പിന്നെ തുടയ്ക്കുകയും കൂടി ചെയ്തിട്ടാണേൽ പിന്നെ കുളിച്ച് കഴിഞ്ഞ് എനിക്ക് ഈ വക ജോലികൾ ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഒട്ടുമിക്ക ജോലികളും ചെയ്ത് തീർക്കാൻ തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലായിടും ഒന്ന് തുടച്ച് വന്നപ്പോഴാണ് അടിച്ചു വാരിപ്പോൾ കിട്ടിയില്ല കേട്ടോ. ഒരു വണ്ടിനെ ഇതിൻ്റെ അടി കിടന്ന കേട്ടോ. അപ്പോൾ ആ വണ്ടിനെയും ഒന്ന് തട്ടിക്കൂട്ടി ഒരിടത്തേക്ക് ഇട്ടു കേട്ടോ. ചെറിയ വണ്ടാട്ടോ അത്. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഈ വണ്ട് വരുന്നത്. അപ്പം ഞാൻ അതിനൊന്ന് തോണ്ടി നോക്കിയതാട്ടോ. പിന്നെ അതിന് ഞാനൊരു കറുത്ത വണ്ടും ബ്രൗണും വണ്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ അമ്മ പറയും സരസ്വതി ദേവി എന്തോ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കേട്ടോ വണ്ട്. പിന്നെ നമ്മളവരെ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ അന്നേരം തന്നെ കൈവാഷ് ചെയ്യും കേട്ടോ. പിന്നെ അതെനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഡ്രസ്സ് എല്ലാം അലക്കി ഇട്ടിട്ട് പിന്നെ തുണി അകത്ത് അങ്ങനെ ഡ്രസ്സ് അലക്കാത്ത ഇടുന്ന ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇട്ട ഡ്രസ്സ് ഞാൻ ആ ബാത്റൂമിൽ നിന്ന് തന്നെ കൈവാഷ് ചെയ്യും കേട്ടോ. അങ്ങനെ അതൊന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ആണ് മുറ്റത്തിറങ്ങുമ്പം മുടിയൊക്കെ ഒന്ന് കോതി. പിന്നെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിൽ, ഉദിക്കുമ്പോൾ മുതൽ നല്ല വെയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോഴത്തേക്കും ഇതാ രാവിലെ വിരിച്ചിട്ട തുണികളൊക്കെ ഏകദേശം ഉണങ്ങാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എപ്പോൾ വിരിച്ചിട്ടാലും നമുക്ക് തുണിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അത്രയ്ക്ക് വെയിലുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾ വന്ന് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ.
അങ്ങനെ പിന്നെ ഇനി എനിക്ക് പോയി കഴിഞ്ഞ് ചെന്നിരുന്നിട്ട് എനിക്ക് കുറച്ച് ചായ കുടിക്കണം കേട്ടോ. മോഹം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു കപ്പ് നല്ല ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ആണ് ഇനി പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് തോന്നി. ഇപ്പോൾ ഇനി മടുത്തോണ്ട് അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാനുള്ളൊരു മൂഡില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നൊരു പാലൊഴിച്ച് കുറച്ച് മധുരമൊക്കെ ഇട്ട് ഇത്തിരി ചായ കുടിക്കണമെന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ടോ. അതിപ്രകാരം ഇത്തിരി നല്ലോണം കടുപ്പത്തിൽ ഇച്ചിരി പൊടിയൊക്കെ ഇട്ട്, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നാറുണ്ടോ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചായ കുടിക്കണമെന്ന്? എനിക്കങ്ങനെ ഓരോ മൂഡ് കേട്ടോ, ഓരോ മൂഡിലും തോന്നും ചായ കുടിക്കണമെന്ന്. ചിലപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ എനിക്കിങ്ങനെ തോന്നും, ഇരിക്കുമ്പോൾ കാപ്പി കുടിക്കണമെന്ന് തോന്നും, കട്ടനായ ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് കുടിക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ ഓരോ തോന്നലുകൾ. എങ്ങനെ എല്ലാവർക്കും ഇങ്ങനത്തെ തോന്നലുകളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ കടുപ്പത്തിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അതിൽ ഇത്തിരി മധുരം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മധുരം അധികം ചേർക്കാറില്ല കേട്ടോ. ഇന്ന് ഇത്തിരി മധുരം ഒക്കെ ചേർത്ത് നല്ലൊരു കപ്പ് ചായ കുടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതിപ്രകാരം ഇതാ ഞാൻ ചായയൊക്കെ എടുത്ത്, ഞാൻ ഓർത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കുന്നില്ല, ഈ ചായയൊക്കെ കുടിച്ച് ഇതിൻ്റെ ഒന്ന് മെല്ലെ ഒന്നിരുന്ന് ഒന്ന് ചായയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുടിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടില്ലേ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നല്ലൊരു ഗ്ലാസ് ചായ കേട്ടോ. നല്ല ചൂടുമുണ്ട്, നല്ല മധുരമുണ്ട്. ഒരുപാട് മധുരം ഇടലില്ല കേട്ടോ, എല്ലാം ഒരു മീഡിയം. പിന്നെ ഇതാ പുറത്തൊക്കെ വന്നിരുന്ന് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നേരം വെളുത്തിരുന്നിട്ടില്ല. ഓരോ വീട്ടമ്മമാർക്കും അങ്ങനെയല്ല, രാവിലെ തന്നെ തിരക്കല്ല. ഞാൻ പിന്നെ ഓർക്കും എനിക്കാണെങ്കിൽ ഇത്തിരി ഏറെ സമയം വേണം കേട്ടോ ജോലി ചെയ്യാൻ. എല്ലാവരെ പോലെയല്ല, എനിക്കെന്താണെന്നറിയില്ല, ഒരു റെസിപ്പിയോ ഒരു സാമ്പാറോ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ അതിൽ വ്യാപൃതയായിട്ട് കുറേ നേരം സമയം എനിക്ക് വേണം കേട്ടോ. എല്ലാം നല്ല കൃത്യം നോക്കി ചെയ്യുമ്പോഴത്തേക്കും, ഒരു സാമ്പാർ വയ്ക്കുമ്പോഴത്തേക്കും ഒക്കെ നല്ല സമയമാവും. അത് എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഞാൻ ഒരുക്കി കൂട്ടി വയ്ക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. എല്ലാം അന്നേരം ഫ്രഷ്നെസ്സോടെ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് നല്ല സമയമാവും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കുള്ള ദോശ ഞാൻ ചുട്ടിട്ടില്ലായിരുന്നു. ഓരോരുത്തർക്കുള്ള ചൂടോടെ ചുട്ട് ദോശ കഴിക്കാമെന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ സാമ്പാർ നല്ല സാമ്പാർ ഇരിപ്പില്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെയാട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ എനിക്കുള്ള ദോശ തന്നെ ചുട്ട് കഴിക്കാമെന്ന് തോന്നി കേട്ടോ. ഇപ്പോൾ കഴിക്കണം ചൂട് സാമ്പാറിൻ്റെ കൂടെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഒരു ദോശയും ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ദോശയും ചുട്ട് ഈ സാമ്പാറും കൂട്ടി ഒന്ന് കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പം നമുക്ക് ഞാൻ ഇത്തിരി നെയ്യ് ആട്ടോ തടവി കൊടുക്കേണ്ടത്, ശരിക്കും നെയ്യിലായിരുന്നു. അപ്പം ഞാനിത് ഈ വെളിച്ചെണ്ണയാട്ടോ ഇത്തിരി തടവി കൊടുക്കുകയല്ല, കുടഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടൊന്നും ഉണ്ട് മാത്രമായിട്ട് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ഈ യൂട്യൂബ് ജേണി. അപ്പം നിങ്ങളോട് വീഡിയോ കാണുന്നവരോടും ലൈക്ക് ചെയ്യുന്നവരോടും ഒക്കെ എനിക്ക് ഒരുപാട് കൃതജ്ഞതയും സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ അറിയിക്കുക കേട്ടോ. അപ്പം ഇനി വരും ദിവസങ്ങളിലും എൻ്റെ വീഡിയോയെ നിങ്ങൾ വേണ്ടത്ര സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് തന്നെ ലൈക്കൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളും കൂടി സഹകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക കേട്ടോ. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ഇനിയും ജോലിയൊന്നുമില്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാട്ടോ ഞാൻ ഇനി ഒരിടത്ത് പോയിരുന്ന് ചായ കുടിക്കുന്നത്. എനിക്കങ്ങനെയാണ്. ഇത് പിന്നെ മോള് അമ്പലത്തിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന വിമ്മാട്ടോ. എനിക്കിങ്ങനെ പാത്രം കഴുകാൻ എനിക്കിഷ്ടം വിമ്മിൻ്റെ ഇങ്ങനത്തെ ജെല്ലാട്ടോ. ഡിഷ് വാഷിന് സോപ്പ് ബാറിന് കഴിഞ്ഞു ഇഷ്ടം എക്സോയ്ക്ക് ഇല്ലേ, അതിലും എനിക്കിഷ്ടം അങ്ങനത്തെ വിമ്മാട്ടോ. അപ്പോൾ പാത്രം നല്ല തിളക്കവും വരും, പിന്നെ നല്ല ഒരു കോൺഫിഡൻസും ആട്ടോ പാത്രമൊക്കെ കഴുകുമ്പോൾ. അങ്ങനെ ഞാനിതാ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇനി എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്, വീഡിയോസൊക്കെ ഒന്ന് നോക്കണം. ഒരു സമയം വരെ അടിപൊളി ദോശയാട്ടോ, നല്ല ടേസ്റ്റി ബ്രാഹ്മിൺ സാമ്പാറിൻ്റെ ടേസ്റ്റിലുള്ള സാമ്പാറും ഈ ദോശയും ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാൻ
കൂടുതലും എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കഴിക്കാനായിട്ട് എനിക്ക് കൂടുതലിഷ്ടം. അങ്ങനെ അതാ ഞാൻ പറഞ്ഞ വെണ്ടയ്ക്ക കഷ്ണം തന്നെ കിട്ടിയിട്ട് അങ്ങനെ വെണ്ടയ്ക്ക കഷ്ണം കൂട്ടി, പിന്നെ കോവയ്ക്ക കഷ്ണം എടുത്തു. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഓരോ കഷ്ണങ്ങളും ഞാൻ രുചിച്ച് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ലോട്ട് ഓഫ് ലവ് ഫ്രം